ഹലോ ഗൈസ്, ജെഫോടെക്കിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കിടുക്കാച്ചി വീഡിയോ ആണ്. കാരണം യൂട്യൂബ് ഓരോരോ അപ്ഡേഷൻസ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ചില നമുക്ക് നല്ലതാണെന്ന് നമ്മൾ വിചാരിച്ചാലും ചില സമയത്ത് നമുക്ക് പണി കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പുതിയതായിട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഓട്ടോ ഡബിങ്ങിന്റെ അപ്ഡേഷൻ വന്നിട്ട് നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ചു. പക്ഷെ നല്ലതാണ്, പക്ഷേ പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ, ചെറിയ യൂട്യൂബേഴ്സിനെ കുറച്ച് പണി കിട്ടിയിട്ടാണുള്ളത്. അതായത് കുറേ പേരുടെ വ്യൂ കുറഞ്ഞു. അങ്ങനെ ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പക്ഷേങ്കിൽ ഇത് ന്യൂ യൂട്യൂബേഴ്സിന് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിൻ്റെ ഗുണങ്ങൾ അറിയത്തില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അറിയത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഈ വീഡിയോ കൂടെ പറയാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം, ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അത് എനേബിളായി കിട്ടിയിട്ടില്ല, കുറേ പേർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും കിട്ടി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹൈപ്പ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഒന്ന് വലത്തോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഹൈപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. പക്ഷെ അത് എന്താണ് നമുക്ക് അതിന്റെ ഉപകാരം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ചാനലിലെ വ്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിന് ഒരുപാട് നമുക്ക് അറിയാം, അതായത് ഒരു 500 സബ്സ്ക്രൈബേഴ്സിനും 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനും ഇടയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചേഴ്സ് യൂട്യൂബ് കൊണ്ടുവന്നേക്കുന്നത്, ഹൈപ്പ് ഫീച്ചർ. നമുക്കറിയാം, നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ ലൈക്കും കൂടുതൽ കമന്റും കിട്ടുന്ന വീഡിയോയ്ക്ക് പണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ട്, അല്ലേ? നല്ല രീതിയിലുള്ള ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന, അതായത് ആൾക്കാരുടെ സപ്പോർട്ടാണ് നമുക്ക് ഈ ലൈക്കിനും കമന്റും കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ യൂട്യൂബ് ആ ഒരു വീഡിയോ കൂടുതൽ റീച്ച്, റെക്കമെൻഡേഷൻ കൂടുതൽ അയക്കുന്ന ഒരു സംഭവം നമ്മൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു പുതിയൊരു ഫീച്ചറാണല്ലോ ഹൈപ്പ് ലൈക്കും കമന്റും പോലെ തന്നെ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയ്ക്കും നമ്മൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ ഇനിയിപ്പോൾ ഹൈപ്പ് ചെയ്യണം എന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ച് റീച്ച് ചാനലിന് ആ ഒരു വീഡിയോ കിട്ടും. അത് എങ്ങനെയാണ് നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്കിവിടെ കാണാം. നമ്മൾ ഹൈപ്പ് എന്ന ഓപ്ഷനകത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓരോരോ ചാനലിന്റെ വ്യൂവേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണ്. ഓക്കെ, ഓരോ ചാനൽ എടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം വലിയ, അതായത് ഒരുപാട് റീച്ചുള്ള ചാനലുകളല്ല ഈ ഹൈപ്പിൽ, അതായത് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഹൈപ്പ് ബോർഡിൻ്റെ അകത്ത് നമുക്ക് ഒന്നാം സ്ഥാനത്ത്, അതായത് 100 വീഡിയോസ് ആണ് ഈ ഹൈപ്പിൻ്റെ അകത്ത് കാണുക. ഈ 100 വീഡിയോസിൻ്റെ അകത്ത് നമ്മുടെ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റീച്ച് ആണ്. ഇവിടെ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഏകദേശം ഒരു 13,000, 12,000, 10,000, 5,000, 3,000 ഒക്കെ വ്യൂ ഉള്ള വീഡിയോ ചാനലുകളാണ്. അത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളാണ്. ഇത്രയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളിൽ തന്നെ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വ്യൂ. നമ്മൾ ചില ചാനലുകൾ വിചാരിക്കും ഇത്രയും വ്യൂ അല്ലേ കിട്ടിയിട്ടുള്ളൂ, 75,000 വ്യൂ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇത് ഈ ഹൈപ്പ് നമ്മുടെ ചാനലിലെ വീഡിയോസിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. മോണിറ്റൈസേഷൻ ആകാത്ത ചാനലുകളെല്ലാം നമുക്ക് ഈ ഒരു ഹൈപ്പ് അവൈലബിൾ ആയിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം ചെറിയ ചാനലുകളെ കയറ്റിയെടുക്കാൻ വേണ്ടി യൂട്യൂബിൻ്റെ ഒരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈപ്പ് ഫീച്ചർ നമുക്ക് കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം, യൂട്യൂബിൻ്റെ കണ്ണിൽ ഈ ഒരു 500 തൊട്ട് 5 ലക്ഷം വരെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചാനലുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് അവരുടെ ചാനലിൽ കുറച്ച് കൂടുതൽ റീച്ച് കിട്ടും, ആൾക്കാരുടെ ആ ഒരു ഇത് കിട്ടും, അതായത് ആൾക്കാരുടെ ആ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് ഹൈപ്പ് ഫീച്ചർ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പ് കാരണം ഇവിടെ ഇപ്പം 3,75,000 എന്നൊക്കെ പറഞ്ഞ വ്യൂ കിട്ടിയ ചാനലുകൾ നിങ്ങളിപ്പം കണ്ടു. അപ്പോൾ ഈ ചാനലുകളൊക്കെ ഈ ഒരു ഹൈപ്പ് ഫീച്ചറിൻ്റെ അകത്ത് വന്നതുകൊണ്ടാണ് കൂടുതൽ എന്ത് ചെയ്തത്, നമുക്ക് ഇതിൻ്റെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, കൂടുതൽ റീച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഈ സംഭവത്തിന്. അപ്പോൾ നിങ്ങൾ ഇനി എല്ലാ വീഡിയോസിൻ്റെ അകത്തും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിൽ ഹൈപ്പ് ചെയ്യൂ എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കിട്ടും. നിങ്ങളുടെ ചാനലിൽ കൂടുതൽ റീച്ച് ഉണ്ടാക്കാനുള്ള ചാൻസ് കുറേ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം. കാരണം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്കിത് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പറയാം നമ്മുടെ ചാനലിലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈപ്പ് ചെയ്യുമെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക. അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.